പാനിക് അറ്റാക്ക് ആദ്യം വന്നു കഴിയുമ്പോൾ ഒരു ഒരു എന്താണെന്നറിയാൻ വയ്യാത്തൊരവസ്ഥയാണ്. ഒന്ന് രണ്ടോ പ്രാവശ്യം വന്നു കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഒന്നാമത്തേതിൽ തന്നെ ഇവാലുവേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അത് പാനിക് അറ്റാക്ക് ആണ് എന്ന് മനസ്സിലാക്കുന്ന നിമിഷം, പിന്നീട് അങ്ങനത്തെ ഒരു അവസ്ഥ വരുമ്പം നമ്മളെ തന്നെ റിലാക്സ് ചെയ്യാനായിട്ടുള്ള വഴികളാണ് നോക്കുന്നത്. അതിൽ ഏറ്റവും എളുപ്പമായിട്ട് നമുക്ക് എവിടെ ഇരുന്ന് വേണേലും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ബ്രീത്തിങ് എക്സസൈസാണ്. ഡീപ്പ് ബ്രീത്തിങ് നമ്മളെ തന്നെ റിലാക്സ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പം പലപ്പോഴും പാനിക് അറ്റാക്സ് ആയിട്ട് വരുന്ന ആൾക്കാരിൽ സൈക്കോളജിസ്റ്റും സൈക്കാട്രിസ്റ്റും ഒക്കെ പറഞ്ഞു കൊടുക്കുന്ന ചില എക്സസൈസുകളുണ്ട്, ഈ റിലാക്സേഷൻ എക്സസൈസ്. അതിലൊന്നാണ് ഈ ബ്രീത്തിങ് എക്സസൈസ് എന്ന് പറയുന്നത്. സോ ഡീപ്പ് ബ്രീത്തിങ് എടുത്ത് നമ്മളെ തന്നെ റിലാക്സ് ചെയ്യാൻ നോക്കുക. അവിടെ ഇരിക്കുന്ന അവസ്ഥയിൽ നമ്മളുടെ ബോഡി അത് കിടന്നോ ഇരുന്നോ ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. മൂക്കിൽ കൂടെ ശ്വാസം എടുത്ത് വായിൽ കൂടെ സാവധാനം ബ്രീത്ത് ചെയ്യുക, ബ്രീത്തിങ് എക്സസൈസ് ചെയ്യുക എന്നുള്ളതാണ് ഒരു മാർഗം. വേറെ ഒരു കാര്യം നമുക്ക് ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പം ഒരു പാനിക് അറ്റാക്ക് വരുമ്പോൾ നമ്മുടെ ഫോക്കസ് ഫുള്ളും നമ്മൾ അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടിലേക്കാണ്. നമ്മുടെ അറ്റൻഷൻ ഫുള്ളും ഒക്കെയോ ഇതെന്തിലോട്ടാണ് പോണേ എന്നുള്ളതാണ്. അതിനപ്പുറത്തേക്ക് നമുക്ക് ചിന്തകളെ ചിലപ്പം നമുക്ക് ഒന്നുമില്ല എന്ന് പറയാൻ ശ്രമിച്ചാലും നമുക്കത് കൺട്രോളിൽ നിന്നില്ല എന്ന് വരും. അപ്പോൾ നമ്മളുടെ സെൻസസിനെ നമുക്ക്, ഫോർ എക്സാമ്പിൾ, നമ്മൾ ചുറ്റും കാണുന്ന നമ്മുടെ ആ ഫോക്കസ് അതിൽ നിന്ന് മാറ്റി നമുക്ക് വേറൊതിലോട്ട് നമുക്ക് ഫോക്കസ്, ഫോർ എക്സാമ്പിൾ, നമ്മുടെ മുമ്പിൽ കാണുന്ന 3 സാധനങ്ങൾ, ഞാൻ കാണുന്ന സാധനങ്ങൾ, സോ ദാറ്റ് ഞാൻ കാണുന്നു, ഇവിടെ ഒരു ചെടി കാണുന്നുണ്ട്, ഇവിടെ ഒരു ബുക്ക് കാണുന്നുണ്ട്, അല്ലെ ഈ വ്യക്തിനെ ഞാൻ കാണുന്നുണ്ട്, അല്ലെ അതുപോലെ 3 കാര്യങ്ങൾ, ഞാൻ കേൾക്കുന്ന 3 കാര്യങ്ങൾ, എനിക്ക് എന്ത് കേൾക്കാം, ഈ പാട്ട് അവിടെ നിന്ന് കേൾക്കാം, ഇവർ സംസാരിക്കുന്നത് കേൾക്കാം, അല്ലെങ്കിൽ അവിടെ നിന്ന് കാറ്റടിക്കുന്നതിൻ്റെ ശബ്ദം കേൾക്കാം. ഇങ്ങനെ നമ്മുടെ സെൻസസിലോട്ട് നമുക്ക് ഫോക്കസ് ചെയ്യാം. മേ ബി നമുക്ക് നമ്മുടെ കൈയും കാലും ഒക്കെ ഒന്ന് അനക്കാൻ നോക്കാം. ഇപ്പോൾ ആങ്സൈറ്റി വരുമ്പോൾ നമ്മൾ ഫ്രീസ്ഡ് ആകും, എന്താണെന്ന് ചിന്തിക്കും. കൈ അനക്കുക, അല്ലെങ്കിൽ ഒന്ന് കഴുത്ത് ഒരു ഹെഡ് മൂവ്മെൻറ്റ് ചെയ്യുക, ഒരു ഷോൾഡർ മൂവ്മെൻറ്റ് ചെയ്യുക. അങ്ങനെ നമ്മളുടെ സെൻസസിലോട്ട് നമുക്ക് ഫോക്കസ് ചെയ്യാം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു ആങ്സൈറ്റി എന്നുള്ള ഫോക്കസ് മാറി നമുക്കത് റിലാക്സ് ചെയ്യാൻ പറ്റുന്ന ഒരവസ്ഥയിലേക്ക് പതുക്കെ നമുക്ക് ചിലപ്പം വരാൻ സാധിക്കും.